ചെറിയ കിഴങ്ങ് ഇത്ര വലിയ വിളവായി മാറുമെന്ന് വിശ്വസിക്കുമോ? സുഹൃത്തുക്കളെ, വെട്ടിയാമെന്നും പറയും. അപ്പോൾ ഇത് നടണമെങ്കിൽ ഇത് കിളയ്ക്കണമെങ്കിൽ മണ്ണിന് പദം വേണമെങ്കിൽ മഴ പെയ്യണം. അപ്പോൾ ഇന്നലെ നമുക്കൊരു വേനൽമഴ കിട്ടി. അപ്പോൾ ഇത് കിളച്ച് നടാൻ പോവുകയാണ്. ഇത് ചേമ്പ് നടുന്നത് എങ്ങനെയാണെന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ആദ്യം നമുക്ക് ഈ ചേമ്പ് നടുന്നിടം ഒന്ന് വൃത്തിയാക്കണം. ഇനി നമുക്ക് കുഴിയെടുക്കാം. കുഴി ഇതുപോലെ എടുക്കുക. ഇവിടെയാണ് ചേമ്പ് വെക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കൊത്തിക്കളയ്ക്കണം. എന്നുവെച്ചാൽ സെൻറ്റർ ഭാഗം കണ്ടോ, വട്ടത്തിലൊരു കുഴിയെടുത്തു. അതിനുശേഷം നടുക്ക് ഇരിക്കുന്ന മണ്ണ് അത് നമ്മളൊന്ന് കിളച്ചിട്ട് അതിനകത്താണ് നമ്മൾ ചേമ്പ് വെക്കുന്നത്. കുഴി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചേമ്പ് നടാം. നമ്മൾ ചേമ്പ് നടുന്നതിനായി ഉള്ള ചേമ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ അടിവളമായി കൊടുക്കാൻ എല്ലുപൊടിയും എടുത്തിട്ടുണ്ട്. എല്ലുപൊടി കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് അത് നല്ലത് തന്നെ മേടിക്കണം. കാരണം ഇപ്പോഴത്തെ എല്ലുപൊടിയെല്ലാം കളിപ്പീരാണ്. അപ്പോൾ നല്ല എല്ലുപൊടി തന്നെ നോക്കി മേടിക്കണം. അതിന് 50 രൂപയാണ് കിലോയ്ക്ക് വില. ഞാൻ ചേമ്പ് നടുന്നതിനായിട്ട് ചേമ്പും വിത്താണ് നടുന്നത്. തട ചിലവരൊക്കെ നടാറുണ്ട്. ഞാൻ നട്ടിട്ടുണ്ട് തട. ഈ ചേമ്പും തട നട്ട ചേമ്പ് കുറച്ചേ കിട്ടത്തുള്ളൂ. അത് വലിപ്പമൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഈ ചേമ്പ് നടുമ്പോൾ ചേമ്പ് എന്താണ്ട് ഈ ഭാഗം കണ്ടോ, ഇത് മുകളിൽ വരണം. മണ്ണിൻ്റെ മുകളിൽ ഈ ഭാഗം വേണം വരാൻ. ഇവിടുന്നാണ് മുള പൊട്ടുന്നത്. അപ്പോൾ മണ്ണെല്ലാം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കുക. കമ്പും വേരും കല്ലും ഒക്കെ എടുത്ത് മാറ്റുക. ഒന്ന് ചെറുതായിട്ടൊന്ന് കൂനെ കൂട്ടുക. ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒരു കുഴി ഒഴിക്കുക. കൈ വെച്ച് ചെറിയൊരു കുഴി ഒഴിക്കുക. എന്നിട്ട് ഒരു പൊടി എല്ലുപൊടി ഇതിനകത്ത് ഇടുക. ഒരു പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഈ മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മണ്ണുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനൊരു കുഴിയാക്കുക. ചെറിയ കുഴി. ഇവിടാണ് മുള പൊട്ടുന്നത്. ഇതിപ്പോൾ തിരിഞ്ഞു പോയാലും കിളിക്കും, പക്ഷേ അത് താമസം എടുക്കും. ഇങ്ങനെ നടുവാണെങ്കിൽ പെട്ടെന്ന് കിളിച്ച് വരും. അപ്പോൾ അതാണ്ട് വെക്കുകയാണ്. കണ്ടോ. എന്നിട്ട് ഈ മണ്ണിങ്ങനെ കുമ്പാരം കൂട്ടി ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക. ഇനി ചാണകപ്പൊടിയോ ആട്ടിൻകാട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇടാവുന്നതാണ്. എനിക്കിതൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇടുന്നില്ല. ആകെ ഞാൻ എല്ലുപൊടി അടിവളമായിട്ട് കൊടുത്താണ് നട്ടത്. എനിക്ക് ഈ ചാണകപ്പൊടിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് ഉള്ളവരാണെങ്കിൽ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ മുഴുവനും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് വല്ല കരിയിലയോ അല്ലെങ്കിൽ വല്ല ചപ്പ് ചവറെല്ലാം ഇട്ടിട്ട് പറന്നു പോകാതെ മൂടി ഇട്ടാൽ മതി. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ. നമുക്ക് നല്ല നാടൻ ചേമ്പ് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കരിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. കരിയിൽ പറന്നു പോകാതെ ഇങ്ങനെ പഴയ വാഴയുടെ തടയോ എന്തെങ്കിലുമൊക്കെ വാരി ഇങ്ങനെ ഇടാവുന്നതാണ്. അതുമാത്രമല്ല, ഇത് നല്ലൊരു ജൈവ വളവും കൂടിയാണ്. ഇത് അഴുകി കഴിയുമ്പോൾ ചേമ്പിന് വളരെ ഇഷ്ടമാണിത്. ഈ ചേമ്പ് നടാൻ ഇത്ര എളുപ്പമാണെന്ന് നിങ്ങൾ വിചാരിച്ചില്ല അല്ലേ? ഇത്രയേ ഉള്ളൂ ചേമ്പ് നടിയിൽ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഒരു മൂടെങ്കിലും നിങ്ങൾ നട്ട് വളർത്തണം. അങ്ങനെ ചേമ്പ് നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കൃഷി വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.